പള്ളി കൂദാശക്കാലം ഒന്നാം തിങ്കൾ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. യേശുവിന്റെ അധികാരം. ദേവാലയ ശുദ്ധീകരണ ശേഷം യേശു ദേവാലയത്തിൽ എന്നും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിനുള്ള അധികാരം യേശുവിന് ആര് നൽകി എന്ന ചോദ്യമാണ് അവന് നേരിടേണ്ടി വന്നത്. ഏതെങ്കിലും യഹൂദ റബ്ബിമാരുടെ ശിക്ഷണം സ്വീകരിച്ചിട്ടില്ലാത്തവൻ എങ്ങനെ ആധികാരികമായി അതും ദേവാലയത്തിൽ വെച്ച് പഠിക്കുവാൻ കഴിയും എന്നാണ് അവർക്ക് അറിയേണ്ടത്. വളരെ തന്മയത്വത്തോടുകൂടിയുള്ള ഒരു മറുചോദ്യമാണ് യേശു അവരോട് ഉന്നയിക്കുന്നത്. സ്നാപകന്റെ ജ്ഞാനസ്നാനം ദൈവത്തിൽ നിന്നോ മനുഷ്യൻ നിന്നോ? ദൈവത്തിൽ നിന്നാണ് എന്ന് ഉത്തരം പറഞ്ഞാൽ എന്റെ പിന്നാലെ വരുന്നവന് എന്നേക്കാൾ വലിയവനാണ്, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് ഏറ്റു പറഞ്ഞത് അവരും അംഗീകരിക്കേണ്ടി വരും. അതോടെ ജനത്തെ പഠിപ്പിക്കാനുള്ള അവന്റെ അധികാരം അവർ അംഗീകരിക്കേണ്ടി വരും. യോഹന്നാന്റെ അധികാരം മനുഷ്യനിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ജനം അവർക്കെതിരെ കല്ലെറിയും. കാരണം അവനെ ദൈവത്തിന്റെ പ്രവാചകനായി അവർ അംഗീകരിച്ചിരുന്നു. പക്ഷേ യേശു ഒരു പ്രവാചകനാണെന്ന് അംഗീകരിക്കാൻ അവരുടെ ദുരഭിമാനം അനുവദിച്ചില്ല. അവരെക്കാൾ ജനസമ്മതിയും അംഗീകാരവും യേശുവിന് ലഭിക്കുന്നു എന്നതാണ് അവരുടെ പ്രശ്നം. ദുരഭിമാനവും അഹങ്കാരവും സാത്താന്റെ കൂടപ്പിറപ്പുകളാണ്. ആത്മീയതയുടെ മുഖമുദ്രയായ പ്രധാന പുരോഹിതരും നിയമ വ്യാഘാതം നടക്കുന്ന മനുഷ്യരെ സ്വാധീനിക്കാൻ പിശാചിന് സാധിക്കുമെങ്കിൽ വെറും സാധാരണക്കാരായ നാം എത്രയേറെ ജാഗരൂകരായിരിക്കണം. ആമേൻ.